ഒരു യുദ്ധത്തിൽ ഒരു ജാപ്പനീസ് സൈനികൻ ജീവനോടെ രക്ഷപ്പെട്ടെങ്കിലും അവന്റെ മുഖം മുഴുവൻ ഭയാനകമായി പൊള്ളലേറ്റിരുന്നു. അവനെ കണ്ടാൽ ആരും പേടിച്ചു പോകും. ഭാര്യ അവനെ കണ്ടപ്പോൾ അവളുടെ മുഖത്ത് വ്യക്തമായ വെറുപ്പ് പ്രകടമായിരുന്നു. മാതാപിതാക്കൾ പോലും അവനെ തങ്ങളോടൊപ്പം താമസിപ്പിക്കാൻ തയ്യാറായില്ല. ഒടുവിൽ അവർ അവന്റെ പഴയ വീരതാപതകം എടുത്ത് ഭാര്യയെ കാണിച്ചു. ഇത് മുഴുവൻ കുടുംബത്തിന്റെയും അഭിമാനമാണെന്നും ഇനിയൊരു ഭാര്യ എന്ന നിലയിൽ പരിക്കേറ്റ ഈ സൈനികനെ പരിചരിക്കേണ്ടത് അവളുടെ കടമയാണെന്നും അവർ പറഞ്ഞു. അതാണ് രാജ്യസേവനമെന്നും അവരവളെ ബോധ്യപ്പെടുത്തി. മറ്റൊരു വഴിയില്ലാതെ ഭാര്യ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. രാജ്യത്തിനു വേണ്ടി അവൻ തന്റെ ശരീരം പോലും നഷ്ടപ്പെടുത്തിയിരുന്നു. എന്നാൽ സൈന്യത്തിൽ നിന്ന് തിരിച്ചെത്തിയിട്ടും അവന് യാതൊരു നഷ്ടപരിഹാരവും ലഭിച്ചില്ല. വെറും ഒരു ആദരിക്കൽ ചടങ്ങ് നടത്തി കാര്യങ്ങൾ അവസാനിപ്പിച്ചു. പതിയെ അവരുടെ വീട്ടിൽ ഭക്ഷണത്തിനു പോലും ക്ഷാമം തുടങ്ങി. ഭാര്യ പൂർണ്ണമായും നിരാശയിലായി. കുടുംബം നോക്കാൻ അവൾ പകൽ വയലുകളിൽ ജോലി ചെയ്യുകയും രാത്രിയോളം തുണി നെയ്ത് പണം സമ്പാദിക്കുകയും ചെയ്തു. ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും അവൾ ഭർത്താവിനെ ഉപേക്ഷിച്ചില്ല. അതുകൊണ്ട് അവൾ ഒരിക്കലും പരാതിപ്പെട്ടില്ല. ഒരു ദിവസം വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മേശപ്പുറത്ത് വച്ചിരുന്ന വീരതാപതക്കവും പത്രവും കണ്ടപ്പോൾ അവളുടെ മനസ്സിലൊരു പുതിയ ആശയം ഉദിച്ചു. അടുത്ത ദിവസം അവൾ ഭർത്താവിനെ വീണ്ടും സൈനികന്റെ യൂണിഫോം ധരിപ്പിച്ചു. ശേഷം അവനെ ഒരു ഉന്തുവണ്ടിയിൽ ഇരുത്തി ഗ്രാമം മുഴുവൻ ചുറ്റിക്കൊണ്ടുപോകാൻ തുടങ്ങി.